ഡിയർ സ്റ്റുഡൻസ്, പീരിയോഡിക് ടേബിളിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലമെന്റുകളുടെ പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് പീരിയോഡിക് പ്രോപ്പർട്ടി? അത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ പ്രോപ്പർട്ടി വിച്ച് റിപ്പീറ്റ് ആഫ്റ്റർ എ റെഗുലർ ഇന്റർവൽ. അതായത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഇന്റർവെലിൽ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വരുന്ന പ്രോപ്പർട്ടികളെ, എലമെന്റുകളുടെ പ്രോപ്പർട്ടികളെയാണ് നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രധാനമായും 5 പീരിയോഡിക് പ്രോപ്പർട്ടിയാണ് NCERT ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യം അറ്റോമിക് റേഡിയസ്. ഈ അറ്റോമിക് റേഡിയസിനെ തന്നെ അറ്റോമിക് സൈസ് എന്ന് പറയാം. അതുപോലെ തന്നെ രണ്ടാമത് അയോണിക് റേഡിയസ് മറ്റൊരു പീരിയോഡിക് പ്രോപ്പർട്ടിയാണ്. മൂന്നാമത് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന ഒരു പീരിയോഡിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ നാലാമത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതുപോലെ അവസാനത്തത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അങ്ങനെ ഈ 5 പീരിയോഡിക് പ്രോപ്പർട്ടിയാണ് NCERT ടെക്സ്റ്റിൽ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് വിച്ച് റിപ്പീറ്റ് ആഫ്റ്റർ എ റെഗുലർ ഇന്റർവൽ. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. അതിലാദ്യം അറ്റോമിക് സൈസ് ഓർ അറ്റോമിക് റേഡിയസ്. ഓക്കെ, അറ്റോമിക് റേഡിയസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അറ്റോമിക് റേഡിയസിനെ തന്നെ ആറ്റത്തിന്റെ സൈസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പത്തെ സംബന്ധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം കൃത്യമായി പറഞ്ഞാൽ ആറ്റത്തിന്റെ സൈസ് കൃത്യമായി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകളൊന്നും ഇതുവരെ അവൈലബിൾ അല്ല. അപ്പൊ കൃത്യമായി പറഞ്ഞാൽ വളരെ ചെറിയതാണ് ആറ്റത്തിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു 1.2 ആങ്സ്ട്രോം റേഞ്ചിലാണ് നമുക്ക് ആറ്റത്തിന്റെ സൈസ് നിൽക്കുന്നത്. അപ്പം ആറ്റത്തിന്റെ കൃത്യമായിട്ടുള്ള റേഡിയസ് കണക്ക് കൂട്ടാനുള്ള മാർഗങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ഈ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്. ആറ്റത്തിന്റെ റേഡിയസ് നമ്മൾ പറയാനായിട്ട് ആറ്റങ്ങൾ കൂടി ചേർന്ന മോളിക്യൂളുകളാണ് സബ്സ്റ്റൻസുകൾ ഫോം ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയാം. അതിൽ നിന്ന് സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ആറ്റത്തിന്റെ റേഡിയസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. കോവാലന്റ് മോളിക്യൂളുകളിൽ നമുക്ക് കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞ് ആറ്റത്തിന്റെ സൈസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മെറ്റാലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളിൽ അല്ലെങ്കിൽ മെറ്റാലിക് ആയിട്ടുള്ള ക്രിസ്റ്റലുകളിൽ നമുക്ക് മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പരസ്പരം ഒരു ബോണ്ടിലും ഏർപ്പെടാതെ നിൽക്കുന്ന ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് പറയാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അവരുടെ റേഡിയസ് പറയാനായിട്ട് നമുക്ക് വാണ്ടർവാൾ റേഡിയസ് എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ഉപയോഗിക്കാം. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ആറ്റത്തിന്റെ സൈസ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ റേഡിയസ് എക്സ്പ്രസ് ചെയ്യുന്നത്. കോവാലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, അതുപോലെ തന്നെ വാണ്ടർവാൾ റേഡിയസ്. അതിൽ നമുക്ക് ആദ്യം കോവാലന്റ് റേഡിയസ് എന്താണെന്ന് നോക്കാം. കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങൾ തമ്മിൽ ഒരു കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ദൂരത്തെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ നമുക്ക് ഇങ്ങനെ പേര് വിളിക്കാം, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ആ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതി, ഹാഫ്, അതിനെയാണ് നമ്മൾ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒരു ഉദാഹരണ സഹിതം ഒന്ന് വ്യക്തമാക്കാം, ഒന്ന് മനസ്സിലാക്കാം. ഞാനിപ്പോൾ കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ക്ലോറിൻ മോളിക്യൂളിനെ ഞാൻ എടുക്കുന്നു. അപ്പൊ നമുക്കറിയാം 2 ക്ലോറിൻ ആറ്റം ഇവിടെ ഉണ്ട്. ആ 2 ക്ലോറിൻ ആറ്റം ഒരു സിംഗിൾ ബോണ്ട് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതൊരു ക്ലോറിൻ ആറ്റം വന്നിരിക്കട്ടെ, ഇത് മറ്റൊരു ക്ലോറിൻ ആറ്റം വന്നിരിക്കട്ടെ. ആ 2 ക്ലോറിൻ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമുക്ക് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ക്ലോറിൻ ആറ്റംസ് എന്ന് പറയാം. അത് ഏകദേശം 198 പൈക്കോമീറ്റർ ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം 2 ക്ലോറിൻ ആറ്റങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് 198 പൈക്കോമീറ്റർ എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ കോവാലന്റ് റേഡിയസ് കിട്ടാനായി ഈ 198 പൈക്കോമീറ്ററിന്റെ പകുതി എടുക്കുന്നു. അപ്പം 198 പൈക്കോമീറ്റർ, അതിന്റെ എക്സാക്ട് ഹാഫ് എടുത്താൽ യു ആർ ഗെറ്റിംഗ് 99 പൈക്കോമീറ്റർ. അപ്പൊ നമുക്ക് വളരെ ഈസി ആയി പറയാൻ പറ്റും, ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത് 99 പൈക്കോമീറ്റർ ആണ്. അപ്പൊ കോവാലന്റ് റേഡിയസ് നമുക്ക് ഈ ഒരു ഉദാഹരണത്തിലൂടെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് ചോദിച്ചാൽ, കോവാലന്റ് റേഡിയസ് ഈസ് ദ ഹാഫ് ഓഫ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോവാലന്റ്ലി ബോണ്ടഡ് ആറ്റംസ്. അപ്പം ഒരു കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റങ്ങൾക്കിടയിൽ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് നമുക്ക് കോവാലന്റ് റേഡിയസ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോവാം. ഞാൻ ഹൈഡ്രജൻ മോളിക്യൂളിനെ പരിഗണിച്ചാൽ നമുക്കറിയാം, ഈ ഹൈഡ്രജൻ മോളിക്യൂൾ 2 ഹൈഡ്രജൻ ആറ്റം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അപ്പം ഇതൊരു ഹൈഡ്രജൻ ആറ്റം ഇരിക്കട്ടെ, ഇത് മറ്റൊരു ഹൈഡ്രജൻ ആറ്റം ഇരിക്കട്ടെ. അവർ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവരുടെ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 74 പൈക്കോമീറ്റർ ആണ്. 74 പൈക്കോമീറ്റർ. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇവരുടെ ഹൈഡ്രജന്റെ കോവാലന്റ് റേഡിയസ് നമ്മൾ എടുക്കുമ്പോൾ 74 ഡിവൈഡഡ് ബൈ 2 ആണ്, ഏകദേശം 37
പൈക്കോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത് 74 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് ആൻസർ 37 എന്ന് ആൻസർ കിട്ടുന്നു. അപ്പൊ ഇതാണ് കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ റേഡിയസ് ആണ് മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്. മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റൽ ക്രിസ്റ്റലിനെ എടുക്കുന്നു. മെറ്റൽ ക്രിസ്റ്റലിൽ നമുക്കറിയാം മെറ്റാലിക് ആയിട്ടുള്ള ആറ്റങ്ങൾ ഉണ്ടാകും. ആ ആറ്റങ്ങൾ അടുത്തിരിക്കുകയാണ്, അവർ തമ്മിൽ മെറ്റാലിക് ബോണ്ടിങ് ഉണ്ട്. അപ്പൊ മെറ്റാലിക് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് മെറ്റൽ ആറ്റംസ് ഇൻ എ മെറ്റൽ ക്രിസ്റ്റൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് നമ്മൾ മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമുക്ക് കോപ്പർ മെറ്റൽ ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ ആറ്റങ്ങൾക്കിടയിലെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് 256 പൈക്കോമീറ്റർ എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മെറ്റാലിക് റേഡിയസ് നോക്കുന്നു. അപ്പൊ മെറ്റാലിക് റേഡിയസിൽ ഇതിപ്പോൾ രണ്ട് കോപ്പർ ആറ്റംസ് ആണെന്നിരിക്കട്ടെ. ഇതൊരു കോപ്പർ ആറ്റം, ഇത് മറ്റൊരു കോപ്പർ ആറ്റം. അവർ തമ്മിലുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഏകദേശം 256 പൈക്കോമീറ്റർ ആണ്. ഈ 256 പൈക്കോമീറ്ററിന്റെ ഹാഫ് എടുക്കുന്നു. അപ്പൊ ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് ഏകദേശം 128 പൈക്കോമീറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പം കോപ്പറിന്റെ മെറ്റാലിക് റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ ഹാഫ് ഓഫ് 256, ദാറ്റ് ഈസ് 128 പൈക്കോമീറ്റർ. അപ്പം നമുക്ക് മെറ്റാലിക് റേഡിയസിനെ കോവാലന്റ് റേഡിയസ് പറഞ്ഞതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഡിഫൈൻ ചെയ്യാം. മെറ്റാലിക് റേഡിയസ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മെറ്റാലിക് ആറ്റംസ് ഇൻ എ മെറ്റൽ ക്രിസ്റ്റൽ. ഒരു മെറ്റൽ ക്രിസ്റ്റലിൽ മെറ്റാലിക് ആറ്റങ്ങളുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലത്തിന്റെ പകുതി, ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് നമ്മൾ മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റേഡിയസ് ആണ് വാണ്ടർവാൾ റേഡിയസ്. ഈ വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുമ്പോൾ പരസ്പരം ഒരു ബോണ്ടും ഇല്ലാത്ത രണ്ട് ആറ്റങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മോണോ അറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ആറ്റങ്ങൾ. ഇപ്പൊ പ്രത്യേകിച്ച് നോബിൾ ഗ്യാസ്, 18ാമത്തെ ഗ്രൂപ്പിലുള്ള നോബിൾ ഗ്യാസിന്റെ റേഡിയസ് അല്ലെങ്കിൽ അവരുടെ അറ്റോമിക് സൈസ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വാണ്ടർവാൾ റേഡിയസിലാണ്. അപ്പൊ പരസ്പരം ഒരു ബോണ്ടും അട്രാക്ഷനും ഇല്ലാത്ത രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് നമ്മൾ പൊതുവെ വാണ്ടർവാൾ റേഡിയസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം വാണ്ടർവാൾ റേഡിയസ് ഉപയോഗിക്കുന്നത് പൊതുവെ 18ാമത്തെ ഗ്രൂപ്പിലെ നോബിൾ ഗ്യാസുകളുടെ റേഡിയസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇതൊരു ഹീലിയം ആറ്റം ആണെന്ന് ഇരിക്കട്ടെ, ഇത് മറ്റൊരു ഹീലിയം ആറ്റം. അവർ തമ്മിൽ പരസ്പരം ഒരു ബോണ്ടും ഇല്ല. അപ്പൊ ഇവർ തമ്മിലുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എടുക്കുന്നു. ആ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് എടുക്കുന്നു. എക്സാക്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതിനെയാണ് നമ്മൾ വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ പരസ്പരം ഒരു ബോണ്ടും ഇല്ലാത്ത നോൺ ബോണ്ടഡ് ആയിട്ടുള്ള രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് നമ്മൾ വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ വാണ്ടർവാൾ റേഡിയസ് ഉപയോഗിക്കുന്നത് നോബിൾ ഗ്യാസിന്റെ അറ്റോമിക് സൈസ് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നോബിൾ ഗ്യാസ് പരസ്പരം ബോണ്ടൊന്നും ഇല്ലാതെ മോണോ അറ്റോമിക് ആയിട്ട് അവർ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ ഈ മൂന്ന് റേഡിയസിനെ പരിഗണിക്കുകയാണെങ്കിൽ കോവാലന്റ് റേഡിയസിന്റെയും മെറ്റാലിക് റേഡിയസിന്റെയും വാണ്ടർവാൾ റേഡിയസിന്റെയും മാഗ്നിറ്റ്യൂഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. വാണ്ടർവാൾ റേഡിയസ് ആണ് മാഗ്നിറ്റ്യൂഡ് കുറച്ച് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം വാണ്ടർവാൾ റേഡിയസ് ഈസ് ഗ്രേറ്റർ ദാൻ കോവാലന്റ് റേഡിയസ് ആൻഡ് മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് റേഡിയസിനെക്കാട്ടിലും കോവാലന്റ് റേഡിയസിനെക്കാട്ടിലും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് വേറെ ഒന്നുമല്ല, അത് വാണ്ടർവാൾ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ 17th ഗ്രൂപ്പ് എലമെന്റ്സിനെ എടുക്കുന്നു. ഹാലജൻസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഇത്രയും എലമെന്റുകളുടെ റേഡിയസ് നോർമലി ഹാലജൻസ് കോവാലന്റ് കോമ്പൗണ്ടുകളെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അവരുടെ റേഡിയസ് പറയുന്നത് കോവാലന്റ് റേഡിയസിലാണ്. അതുപോലെ തന്നെ തൊട്ട അടുത്തുള്ള ഗ്രൂപ്പാണ് 18ാമത്തെ ഗ്രൂപ്പ് അഥവാ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. അവരുടെ റേഡിയസ് പറയുന്നത് വാണ്ടർവാൾ റേഡിയസിലാണ്. അപ്പൊ നമുക്കൊരു കാര്യം അവിടുന്ന് വ്യക്തമാണ്, നോബിൾ ഗ്യാസിന്റെ ആറ്റത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ഹാലജൻസിന്റെ അറ്റോമിക് സൈസിനെ കാട്ടി കുറച്ച് കൂടുതലായിരിക്കും എപ്പോഴും. കാരണം നമ്മൾ സിൻസ് ദ അറ്റോമിക് സൈസ് ഓഫ് നോബിൾ ഗ്യാസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വാണ്ടർവാൾ റേഡിയസ് ആൻഡ് വി നോ ദാറ്റ് the value of van der Waals radius is greater than that of covalent radius. അപ്പം കോവാലന്റ് റേഡിയസിനെക്കാട്ടി കൂടുതലാണ് വാൻ ഡെർ വാൾ റേഡിയസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളുടെ റേഡിയസ് പറയുന്നത് വാൻ ഡെർ വാൾ റേഡിയസിന്റെ ടേംസിലാണ്. അപ്പൊ അത് ഉറപ്പായും ഹാലജൻസിനെക്കാട്ടിൽ വാൻ ഡെർ വാൾ റേഡിയസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് നോബിൾ ഗ്യാസിന്റെ റേഡിയസ് അല്ലെങ്കിൽ സൈസ് ഹാലജൻസിനെക്കാട്ടിൽ കൂടുതലാണ് എന്ന് കൃത്യമായി പറയാൻ പറ്റും. സോ ദ സൈസ് ഓഫ് അറ്റോമിക് സൈസ് ഓഫ് നോബിൾ ഗ്യാസ് ഈസ് ലിറ്റിൽ ബിറ്റ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഹാലജൻസ്. അതിന് കാരണം നോബിൾ ഗ്യാസിന്റെ റേഡിയസ് വാൻ ഡെർ വാൾ റേഡിയസിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കോവാലന്റ് റേഡിയസിനെക്കാട്ടി കൂടുതലായിരിക്കും വാൻ ഡെർ വാൾ റേഡിയസ്. കോവാലന്റ് റേഡിയസ് ആണല്ലോ 17th ഗ്രൂപ്പിലെ എലമെന്റുകളുടെ റേഡിയസിന് വേണ്ടി ഉപയോഗിക്കുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ഘടകങ്ങളാണ് ആറ്റത്തിന്റെ സൈസിനെ സ്വാധീനിക്കുന്നത്, അറ്റോമിക് സൈസിനെ സ്വാധീനിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിലും പീരീഡിലും നമ്മൾ ആറ്റത്തിന്റെ സൈസ്, അതിന്റെ വേരിയേഷൻ സംസാരിക്കണം. അപ്പൊ ആറ്റത്തിന്റെ സൈസ് സംസാരിക്കുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്തൊക്കെ ഫാക്ടറുകളാണ് അറ്റോമിക് റേഡിയസിനെ സ്വാധീനിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളാണ്. ഒന്ന് ഷീൽഡിംഗ് എഫക്റ്റ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ്. ഈ രണ്ട് കാര്യങ്ങളാണ് ആറ്റത്തിന്റെ സൈസിനെ പ്രത്യേകിച്ച് സ്വാധീനിക്കുന്നത്. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കണം എന്താണ് ഈ ഷീൽഡിംഗ് എഫക്റ്റ്. ഷീൽഡിംഗ് എഫക്റ്റിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും സ്ക്രീനിങ് എഫക്റ്റ് എന്ന പേര് വിളിക്കാറുണ്ട്. സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൽ അതിന് ചുറ്റും ഇലക്ട്രോണുകളുണ്ട്. നമുക്ക് ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പരിഗണിക്കാം. അപ്പം ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് അതിന്റെ എല്ലാ ഇലക്ട്രോണുകളെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പാരാമീറ്ററിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഷീൽഡിംഗ് എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ആറ്റത്തിന്റെ ന്യൂക്ലിയർ ചാർജ് മനസ്സിലാക്കണം. അപ്പം ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് നമുക്കറിയാം പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജാണ് ന്യൂക്ലിയസ്, അതിലെ എല്ലാ ഇലക്ട്രോണുകളെയും അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിന്റെ ചാർജ് കൊണ്ടാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ അതിന്റെ അടുത്തേക്ക് ആകർഷിക്കുന്നത് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നതനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു കോൺട്രാക്ഷൻ എഫക്റ്റ് ആണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഹയർ ദ ന്യൂക്ലിയർ ചാർജ് ലെസർ വിൽ ബി ദ സൈസ് ഓഫ് ദ ആറ്റം. ആറ്റത്തിന്റെ സൈസ് കുറയുന്നു. ഇപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നതനുസരിച്ച്, പോസിറ്റീവ് ചാർജ് കൂടുന്നതനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഇവിടെ പറയാൻ പറ്റും. ന്യൂക്ലിയർ ചാർജും ആറ്റത്തിന്റെ സൈസും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. സോ ന്യൂക്ലിയർ ചാർജ് പ്രപ്പോർഷണൽ ടു 1 by അറ്റോമിക് റേഡിയസ്. അപ്പം അറ്റോമിക് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാം. നമ്മളൊരു പീരിയോഡിക് ടേബിളിൽ ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ മൂവ് ചെയ്യും. ആസ് മീ മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അതനുസരിച്ച് അറ്റോമിക് റേഡിയസ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ പീരിയോഡിക് വേരിയേഷൻ ആയിട്ട് ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നു, അതനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് ദ സൈസ് ഓഫ് ആറ്റം ഗ്രാജുവലി ഡിക്രീസസ്. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ മനസ്സിലാക്കണം, ന്യൂക്ലിയർ ചാർജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഷീൽഡിംഗ് എഫക്റ്റിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പൊ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം, സ്ക്രീനിങ് എഫക്റ്റ് എന്ന പേര് വിളിക്കാം. ഈ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയസ് എല്ലാ ഇലക്ട്രോണുകളെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലത്തിലാണെങ്കിൽ ഈ അവസാനത്തെ ഇലക്ട്രോണിനും ന്യൂക്ലിയസിനും ഇടയ്ക്കിരിക്കുന്ന ഇന്റർവെന്നിങ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ, അപ്പൊ നമുക്കറിയാം അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ ഷെല്ലുകളും കംപ്ലീറ്റ്ലി ഫിൽ ആയിട്ടാണ് അങ്ങോട്ട് ഷെല്ലുകളിലേക്ക് പോകുന്നത്. അപ്പം ഈ ന്യൂക്ലിയസ് കൊടുക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ഇഫക്റ്റീവ് ആയിട്ട് ഈ അവസാനത്തെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. നോർമലി സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ആറ്റംസ് വിത്ത് ബിഗർ സൈസ്, വലിയ അറ്റോമിക് സൈസ് ഉള്ള ആറ്റങ്ങളിലാണ് ഈ ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം എന്താണ് സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ്. ദ ഇന്നർ ഇലക്ട്രോൺസ്, അകത്തിരിക്കുന്ന ഇലക്ട്രോണുകൾ, ദ ഇന്നർ ഇലക്ട്രോൺസ് പാർഷ്യലി ഷീൽഡ് ദ ഫുൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ്. അതായത് വെളിയിലിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസിന്റെ ഫുൾ അട്രാക്റ്റീവ് ഫോഴ്സ് കിട്ടാതെ ഈ വെളിയിലിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഇലക്ട്രോണിനും അതുപോലെ തന്നെ ന്യൂക്ലിയസിന് ഇടയ്ക്കുള്ള ഇലക്ട്രോണുകൾ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെ കുറയ്ക്കുന്നു, പാർഷ്യലി ഷീൽഡ് ചെയ്യുന്നു. ഫുള്ളായിട്ട് കുറയ്ക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, ദ പാർഷ്യൽ ഷീൽഡിംഗ് എഫക്റ്റ്. അതിനെയാണ് നമ്മൾ ഈ സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. നോർമലി ആറ്റത്തിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് സ്ക്രീനിങ് എഫക്റ്റ് കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. സോ സ്ക്രീനിങ് എഫക്റ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അറ്റോമിക് സൈസ്. സോ ബിഗർ ദ സൈസ് ഓഫ് ദ ആറ്റം മോർ വിൽ ബി ദ സ്ക്രീനിങ് ഓർ ഷീൽഡിംഗ് എഫക്റ്റ്. ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. ഒരു ആറ്റത്തിന്റെ സൈസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടുതലാണെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് കൂടുതലായിരിക്കും. സോ നമുക്ക് പറയാം സ്ക്രീനിങ് എഫക്റ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു atomic size and nuclear charge inversely proportional to atomic size.
അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ന്യൂക്ലിയർ ചാർജും സ്ക്രീനിങ് എഫക്റ്റും തമ്മിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കാരണം ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നതനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് അവിടെ നമുക്ക് സ്ക്രീനിങ് എഫക്റ്റ്, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുതലാണെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് ആറ്റത്തിന്റെ വലിപ്പത്തെ അല്ലെങ്കിൽ സൈസിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഫാക്ടറുകളാണ് ഷീൽഡിംഗ് എഫക്റ്റും അതുപോലെ തന്നെ ന്യൂക്ലിയർ ചാർജും. ഷീൽഡിംഗ് എഫക്റ്റ് കൂടുകയാണെങ്കിൽ ആറ്റത്തിന്റെ വലിപ്പം കൂടി എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അവിടെ ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മളിവിടെ ഒരു പീരീഡിലുള്ള വേരിയേഷൻ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ആറ്റത്തിന്റെ സൈസിന്റെ. ഇനി നമ്മളൊരു ഗ്രൂപ്പിലുള്ള വേരിയേഷൻ പഠിക്കുന്നു. ആറ്റത്തിന്റെ സൈസ് ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, അത് നമ്മൾ സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ആസ് എ റിസൾട്ട് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ്, ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഷീൽഡിംഗ് എഫക്റ്റ് കൂടുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് ന്യൂക്ലിയസിന്റെ ചാർജ് ഡിക്രീസ് ചെയ്യുന്നു, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, ഷീൽഡിംഗ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ആറ്റത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ സൈസ്, റേഡിയസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ്, ഷീൽഡിംഗ് എഫക്റ്റ് ഇൻക്രീസസ്, ആസ് എ റിസൾട്ട് സൈസ് ഓഫ് ആറ്റം ഓൾസോ ഇൻക്രീസസ്. From left to right in a period, nuclear charge increases. As a result, size decreases. Size of atoms decreases. അപ്പോൾ ഗ്രൂപ്പിലും പീരീഡിലും ആറ്റത്തിന്റെ സൈസ് ഈ രീതിയിലാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പീരിയോഡിക് പ്രോപ്പർട്ടിയാണ് അയോണിക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു അയോണിക് ക്രിസ്റ്റൽ എടുക്കുന്നു. അയോണിക് ക്രിസ്റ്റലിൽ നമുക്കറിയാം അയോൺസ്, കാറ്റയോൺസും ആനിയോൺസും ഉണ്ട്. അപ്പോൾ ഈ കാറ്റയോണിന്റെയും ആനിയോണിന്റെയും ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് പൊതുവെ നമ്മൾ അയോണിക് റേഡിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കാറ്റയോൺസും ആനിയോൺസും, പോസിറ്റീവ് ചാർജുള്ള അയോണുകളെയാണ് നമ്മൾ കാറ്റയോൺസ് എന്ന് പൊതുവെ പറയുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള അയോണുകളെയാണ് നമ്മൾ ആനിയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ആറ്റത്തിൽ നിന്ന്, ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടമായാൽ അത് കാറ്റയോൺ ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ ആറ്റം ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോണിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആനിയോൺസ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ നമ്മൾ പരിശോധിക്കും. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ, അപ്പൊ അവിടെ സോഡിയം ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് Na+ ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ക്ലോറിൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, Cl- ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ Na+നെ കാറ്റയോൺ എന്നും Cl- ആനിയോൺ എന്നും വിളിക്കുന്നു. അപ്പൊ നമുക്ക് പറയാം, എ കാറ്റയോൺ ഈസ് ഫോംഡ് ബൈ ദ ലോസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ പേരന്റ് ആറ്റം ആൻഡ് ആൻ ആനിയോൺ ഈസ് ഫോംഡ് ബൈ ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ ദ പേരന്റ് ആറ്റം. പേരന്റ് ആറ്റം എന്ന് പറഞ്ഞാൽ ഏത് ആറ്റത്തിൽ നിന്നാണോ ഈ അയോൺസ് ഉണ്ടാകുന്നത് ആ ആറ്റത്തെയാണ് നമ്മൾ പേരന്റ് ആറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് Na+ ഫോം ചെയ്യുന്നത് സോഡിയത്തിൽ നിന്നാണ്. അപ്പൊ Na+ന്റെ പേരന്റ് ആറ്റമായി നമുക്ക് സോഡിയത്തെ പറയാം. ക്ലോറിൻ മൈനസ് ഉണ്ടാകുന്നത് ക്ലോറിൻ ആറ്റത്തിൽ നിന്നാണ്. അപ്പം ക്ലോറിൻ മൈനസിന്റെ പേരന്റ് ആറ്റമാണ് ക്ലോറിൻ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ അയോണുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാറ്റയോണിന്റെ സൈസ് എപ്പോഴും അതിന്റെ പേരന്റ് ആറ്റത്തിന്റെ സൈസിനെക്കാട്ടിൽ കുറവായിരിക്കും. അപ്പം എ കാറ്റയോൺ പൊസസ് ലെസ് റേഡിയസ് കമ്പയർഡ് ടു ഇറ്റ്സ് പേരന്റ് ആറ്റം ആൻഡ് ആൻ ആനിയോൺ, ഒരു ആനിയോണിന്റെ സൈസ് എപ്പോഴും പേരന്റ് ആറ്റത്തെക്കാട്ടിൽ വലുതുമായിരിക്കും. ആൻഡ് ആൻ ആനിയോൺ പൊസസ് ലാർജർ സൈസ് ഓർ ലാർജർ റേഡിയസ് കമ്പയർഡ് ടു ഇറ്റ്സ് പേരന്റ് ആറ്റം. അപ്പൊ പേരന്റ് ആറ്റത്തെക്കാട്ടിൽ കാറ്റയോണിന് സൈസ് കുറവും ആനിയോണിന്റെ സൈസ് കൂടുതലുമായിരിക്കും. അപ്പോൾ ഒരു അയോണിക് ക്രിസ്റ്റൽ എടുക്കുന്നു, അതിന്റെ കാറ്റയോണും ആനിയോണും തമ്മിലുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് നമ്മൾ പൊതുവെ അയോണിക് റേഡിയസ് എന്ന് അറിയപ്പെടുന്നത്. അത് കാറ്റയോണിന്റെ റേഡിയസിനെ കാറ്റയോണിക് റേഡിയസ് എന്നും ആനിയോണിന്റെ റേഡിയസിനെ ആനിയോണിക് റേഡിയസ് എന്നും അറിയപ്പെടുന്നു. പൊതുവെ പറഞ്ഞാൽ ഒരു പേരന്റ് ആറ്റത്തെക്കാട്ടിൽ സൈസ് കൂടിയ ആളാണ് ആനിയോൺ. അതുപോലെ തന്നെ പേരന്റ് ആറ്റത്തെക്കാട്ടിൽ സൈസ് കുറഞ്ഞ ആളാണ് കാറ്റയോൺ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അയോണിക് റേഡിയസിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണോ ആറ്റത്തിന്റെ സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് നമ്മൾ വേരിയേഷൻ ഗ്രൂപ്പിലും പീരീഡിലും സംസാരിച്ചത്, ആ സെയിം വേരിയേഷൻ ആണ് അയോണിക് റേഡിയസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദ വേരിയേഷൻ ഓഫ് അയോണിക് റേഡിയസ് along a group and period is same as that explained in the case of atomic size. അറ്റോമിക് സൈസിൽ നമ്മൾ ഗ്രൂപ്പിലും പീരീഡിലും എന്തൊക്കെയാണോ അയോണിന്റെ സൈസിനെ കുറിച്ച് പറഞ്ഞത്, അത് തന്നെയാണ് ഈ പറയുന്ന അറ്റോമിക് സൈസിന്റെയും അയോണിക് സൈസിന്റെയും വേരിയേഷൻ അത് തന്നെയാണ്, സെയിം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പം ഗ്രൂപ്പിലും പീരീഡിലുള്ള വേരിയേഷൻ അറ്റോമിക് സൈസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അയോണിക് സൈസ് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇനി സംസാരിക്കാനുള്ളത്. ആ ഒരു കൺസെപ്റ്റിനെ നമുക്ക് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? അത് കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ ആറ്റങ്ങൾക്കും അയോണുകൾക്കും
ആറ്റംസ് ആൻഡ് അയോൺസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഒരേ ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെയും അയോണുകളെയും, ഇപ്പൊ അയോൺ എന്ന് പറഞ്ഞാൽ കാറ്റയോണും ആനയോണും ഒക്കെ ആകാം, മിക്സഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഒരേ നമ്പർ ഇലക്ട്രോൺ ഉള്ള ആൾക്കാരെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. സോ ആറ്റംസ് ആൻഡ് അയോൺസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ദേ ആർ കളക്റ്റീവ്ലി കോൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. വളരെ പ്രധാനപ്പെട്ടതാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ ഞാൻ Na+ എടുക്കുന്നു, അതുപോലെ തന്നെ Mg2+ എടുക്കുന്നു, അതുപോലെ തന്നെ Al3+ എടുക്കുന്നു. ഞാനിപ്പോൾ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ 3 പേരും കാറ്റയോൺസ് ആണ്. അതുപോലെ തന്നെ നിയോൺ എന്ന് പറഞ്ഞ ഒരു ന്യൂട്രൽ ആറ്റം എടുക്കുന്നു. ഇനി ഞാൻ കുറച്ച് ആനയോൺസിനെ പരിഗണിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ F-O2- N3-. ഇപ്പോൾ ഞാൻ 7 സ്പീഷീസുകളെ ബോർഡിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. Na+, Mg2+, Al3+, നിയോൺ, F-O2-, N3-. നമ്മൾ ഈ സ്പീഷീസുകളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ കൗണ്ട് ചെയ്യാം. Na+ലേക്ക് വരുമ്പോൾ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആണ്. Mg2+ലേക്ക് വരുമ്പോൾ അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും 10 ആണ്. അലൂമിനിയം 3+ലേക്ക് വരുമ്പോൾ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും 10 തന്നെയാണ്. അതുപോലെ നിയോണിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 10 ആണ്. അപ്പൊ വിച്ച് മീൻസ് 10 ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ നിയോൺ. അവിടെ സംശയമില്ല. അതുപോലെ ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. F- എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോണിനെ കിട്ടുന്നു. അപ്പൊ അവിടെയും നമുക്ക് പറയാം 10 ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. 2 ഇലക്ട്രോണിനെ കിട്ടിയാൽ O2- ആയി. അവിടെയും നമുക്ക് 10 ഇലക്ട്രോൺ പറയാൻ പറ്റും. നൈട്രജന്റെ കേസിൽ നമുക്ക് 10 ഇലക്ട്രോൺ പറയാൻ പറ്റും. കാരണം നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. 3 ഇലക്ട്രോണോടെ കിട്ടുമ്പോഴാണ് N3- ആവുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 10 ഇലക്ട്രോൺ ആണ്. ഇവിടെ സോഡിയത്തിൽ 1 ഇലക്ട്രോൺ പോയിട്ടാണ് Na+ കിട്ടുന്നത്. അപ്പൊ നമുക്ക് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ അതിൽ നിന്ന് 1 ഇലക്ട്രോൺ നഷ്ടമാകുമ്പോൾ 10 ഇലക്ട്രോൺ എന്ന് പറയാം. അതുപോലെ മഗ്നീഷ്യത്തിന്റെ, അലൂമിനിയത്തിന്റെ ഒക്കെ പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന 7 സ്പീഷീസുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം 10 തന്നെയാണ്. ആ 10 നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം: ഓൾ ആർ ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. അതിൽ കാറ്റയോൺ ഉണ്ട്, അതിൽ ആനയോൺ ഉണ്ട്, ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റം ഉണ്ട്, നിയോൺ ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റം അല്ലേ. അപ്പൊ മനസ്സിലാക്കാം, ആറ്റംസ് ആൻഡ് അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സ്പീഷീസുകൾക്കും 10 ഇലക്ട്രോണുകൾ വെച്ചാണ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഒരു സംശയവും വേണ്ട, ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാവരും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആർക്കാണ് വലിപ്പം അല്ലെങ്കിൽ സൈസ് കൂടുതൽ, ആർക്കാണ് സൈസ് കുറവ്? അപ്പം ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ കൂട്ടത്തിൽ റേഡിയസ് കൂടിയ ആളാര്, റേഡിയസ് കുറഞ്ഞ ആളാര്, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ ന്യൂട്രൽ ആറ്റത്തെക്കാട്ടിൽ കാറ്റയോണുകൾക്ക് സൈസ് കുറവായിരിക്കും, അതുപോലെ ആനയോണുകൾക്ക് സൈസ് കൂടുതലുമായിരിക്കും. അപ്പൊ മനസ്സിലാക്കാം, കാറ്റയോണുകളുടെ കൂട്ടത്തിൽ അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണോ എന്ന് ആദ്യം ഉറപ്പിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിളുകൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെന്ന് ബോധ്യമാണെങ്കിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളുടെ കൂട്ടത്തിൽ കാറ്റയോൺസിൽ ആർക്കാണോ ഹയർ പോസിറ്റീവ് ചാർജ് ഉള്ളത്, ഇപ്പൊ ഈ കൂട്ടത്തിൽ കാറ്റയോണിന്റെ കൂട്ടത്തിൽ Na+, Mg2+, Al3+, അലൂമിനിയം 3+നാണ് അവിടെ ഹയർ പോസിറ്റീവ് ചാർജ് ഉള്ളത്. അയാൾക്കായിരിക്കും ലെസ് റേഡിയസ് ഉണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ എമം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് കാറ്റയോൺ ഹാവിംഗ് ഹൈ പോസിറ്റീവ് ചാർജ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ കൂട്ടത്തിൽ ഏത് കാറ്റയോണിനാണ് ഹൈ പോസിറ്റീവ് ചാർജ് ഉള്ളത്, അയാൾക്കായിരിക്കും ലെസ് റേഡിയസ്, സ്മോൾ സൈസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഒരു സംശയവും വേണ്ട, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് പൊസസ് ചെയ്യുന്ന ആളാണ് അലൂമിനിയം 3+. അപ്പൊ അലൂമിനിയം 3+ ആണ് ഈ 7 പേരിൽ ഏറ്റവും റേഡിയസ് കുറഞ്ഞ ആളെന്ന് പറയാം. അതുപോലെ തന്നെ ഇനി സിമിലർ ആർഗ്യുമെന്റ് വി ക്യാൻ സേ ദാറ്റ് ആനയോൺ ഹാവിംഗ് ഹൈ നെഗറ്റീവ് ചാർജ് പൊസസ് ലാർജർ റേഡിയസ്. ഏത് ആനയോണിനാണോ ലാർജ് നെഗറ്റീവ് ചാർജ് ഉള്ളത് അയാൾ ഹയർ റേഡിയസ് പൊസസ് ചെയ്യും. അപ്പൊ ഈ കൂട്ടത്തിൽ ഫ്ലൂറിൻ മൈനസ് O2- N3-, ഈ കൂട്ടത്തിൽ 3 പേരിൽ നൈട്രജൻ 3-, N3-നാണ് ഇവിടെ റേഡിയസ് കൂടുതൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അയാളാണ് ആനയോൺ ഹാവിംഗ് ഹൈ നെഗറ്റീവ് ചാർജ്. അപ്പം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സൈസുള്ള ആളെയും ഏറ്റവും വലിയ സൈസുള്ള ആളെയും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാറ്റയോൺ ഹാവിംഗ് ഹൈ പോസിറ്റീവ് ചാർജ് ആണ്, ലെസ് റേഡിയസ് പൊസസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആനയോൺ ഹാവിംഗ് ഹൈ നെഗറ്റീവ് ചാർജ് ആണ്, മോർ റേഡിയസ് ഓർ ലാർജർ റേഡിയസ് പൊസസ് ചെയ്യുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ Al3+ തീരെ ചെറുതും N3- വളരെ വലുതുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 7 പേരുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സൈസിൽ നമുക്കൊന്ന് ക്രമീകരിച്ചാൽ ആദ്യം നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ചെറുത് Al3+ ആണ്, അതിൽ വലുതാണ് Mg2+, അതിൽ വലുതാണ് Na+. അപ്പൊ കാറ്റയോൺസിന്റെ റേഡിയസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആയി. അതിനുശേഷം നിയോൺ ആയിരിക്കും വരുന്നത്. നമുക്കറിയാം ന്യൂട്രൽ സ്പീഷീസിന് കാറ്റയോൺസിനെക്കാട്ടിൽ സൈസ് കൂടുതലായിരിക്കും. അതിൽ കൂടുതൽ പിന്നെ F- ആയിരിക്കും വരുന്നത്, പിന്നെ O2-
2 ഏറ്റവും കൂടുതൽ N3 അപ്പൊ ഈ ഒരു ഓർഡറിലായിരിക്കും നമുക്ക് ഈ ഐസോഇലക്ട്രോണിക് സ്പീഷീസുകളുടെ സൈസിന്റെ ഇൻക്രീസിങ് ഓർഡർ നമുക്ക് പറയാൻ പറ്റും. അവിടെ N3 ബിഗർ സൈസ്, അതുപോലെ തന്നെ Al3+ സ്മോളർ സൈസ്. നിയോൺ ന്യൂട്രൽ ആറ്റം ആണ്, അത് ഏകദേശം ഒരു മിഡിൽ പോയിന്റിലായിട്ട് വരും. അപ്പം കാറ്റോൺ ഹാവിംഗ് ഹൈ പോസിറ്റീവ് ചാർജ് പോസസ് ലെസ് റേഡിയസ്, ആനിയോൺ ഹാവിംഗ് ഹൈ നെഗറ്റീവ് ചാർജ് പോസസ് മോർ റേഡിയസ് ഓർ ലാർജർ റേഡിയസ്. ഇതാണ് നമ്മൾ ഐസോഇലക്ട്രോണിക് സ്പീഷീസുകളുടെ കൂട്ടത്തിൽ നമുക്ക് റേഡിയസ് വെച്ചിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. ഇവിടെ നമുക്ക് മറ്റുദാഹരണങ്ങളിലേക്കും പോകാം. അതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രജന്റെ ബോർ തിയറി ഡിസ്കസ് ചെയ്യുന്നു. രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ബോർ തിയറി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഹൈഡ്രജനെയും പോലെ ഇലക്ട്രോൺ ഉള്ള സിസ്റ്റങ്ങളെ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളുടെ കാര്യവും പറഞ്ഞിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് എടുക്കാം. അവരെല്ലാം ഐസോഇലക്ട്രോണിക് സ്പീഷീസുകളാണ്. അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഹൈഡ്രജൻ എടുക്കുന്നു, അതുപോലെ തന്നെ ഹീലിയം പ്ലസ് എടുക്കുന്നു, അതുപോലെ തന്നെ ബെർലിയം 3+ എടുക്കുന്നു, ലിഥിയം 2+ എടുക്കുന്നു. ഇവിടെ ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ, ഹീലിയം പ്ലസിന് ഒരു ഇലക്ട്രോൺ, ബെർലിയം 3+ന് ഒരു ഇലക്ട്രോൺ, ലിഥിയം 2+ന് ഒരു ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് പറയാം ഇവരെല്ലാവരും ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസും ആണ്. ഇവരെല്ലാവരും ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ബിക്കോസ് ഓൾ ആർ ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എല്ലാവർക്കും ഓരോ ഇലക്ട്രോൺ വെച്ചാണ് വരുന്നത്. ഇതിലെ ഏറ്റവും സൈസ് കുറഞ്ഞ ആളാണ് ബെർലിയം 3+. അപ്പൊ ഇതിന്റെ ഒരു ഇൻക്രീസിംഗ് ഓർഡർ എഴുതിയാൽ ബെർലിയം 3+നാണ് ഹൈ പോസിറ്റീവ് ചാർജ് ഉള്ളത്, അയാൾക്ക് ലെസ് റേഡിയസ് ആയിരിക്കും. അയാളെക്കാട്ട് റേഡിയസ് ആയിരിക്കും ലിഥിയം 2+ന്, അതിനെക്കാട്ട് റേഡിയസ് ഉണ്ടായിരിക്കും ഹീലിയം പ്ലസിന്. അതിൽ ഏറ്റവും കൂടുതൽ റേഡിയസ് ഉള്ളത് ഹൈഡ്രജനാണ്. ഇവിടെ ആനിയോൺസ് ഇല്ല, നമുക്കിവിടെ ഹൈഡ്രജനാണ്. ഈ കൂട്ടത്തിൽ ഈ ഹൈഡ്രജനെയും ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളുടെയും കൂട്ടത്തിൽ റേഡിയസ് കൂടുതലുള്ളത് ഹൈഡ്രജനാണെന്ന് കൃത്യമായി പറയാൻ പറ്റും. ഓൾ ദീസ് ആർ ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. ഇതെല്ലാം ഐസോഇലക്ട്രോണിക് സ്പീഷീസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ മനസ്സിലാക്കണം എന്താണ് ഒരു ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. ആറ്റംസ് ആൻഡ് അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. അതിൽ ഐസോഇലക്ട്രോണിക് സ്പീഷീസിന്റെ കൂട്ടത്തിൽ കാറ്റോൺ ഹാവിംഗ് ഹൈ പോസിറ്റീവ് ചാർജ് ലെസ് റേഡിയസ് കാണിക്കുന്നു, അതുപോലെ തന്നെ ആനിയോൺ ഹാവിംഗ് ഹൈ നെഗറ്റീവ് ചാർജ് ഹയർ റേഡിയസ് കാണിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ.